1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 കൊല്ലം തികയുന്നതിന് മുൻപ് പവനൻ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൽ പവനൻ വളരെ ലളിതമായൊരു നിരീക്ഷണം മുൻപോട്ട് വെക്കുന്നുണ്ട്. ആ നിരീക്ഷണം ഇങ്ങനെയാണ്: ദേശീയത എന്നൊന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ടാഗോറിനെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സംഘടിതമായ സ്വാർത്ഥമല്ലാതെ മറ്റൊന്നുമല്ല ദേശീയത എന്നാണ് അദ്ദേഹം പറയുന്നത്. സംഘടിതമായ സ്വാർത്ഥമല്ലാതെ മറ്റൊന്നുമല്ല ദേശീയത. ഇങ്ങനെ ഒന്നില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദേശീയത വളരും തോറും വികൃതവും വിപൽക്കരവുമായി മാറും എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയുണ്ടായി. ദേശീയത വളരുമ്പോൾ അത് തീവ്ര ദേശീയതയായിട്ടാണ് സ്വാഭാവികമായും രൂപപ്പെടുന്നത്. തീവ്ര ദേശീയതയുടെ അടുത്ത പടിയെ വിളിക്കുന്ന പേരാണ് ഫാസിസം. തീവ്ര ദേശീയത ശത്രുക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശത്രു ഇല്ലാതെ ദേശീയത നിലനിൽക്കുകയേയില്ല. ഒരു ശത്രു, ഒരപരൻ എല്ലാ പ്രശ്നങ്ങളെയും മൂടിവെക്കാൻ ഉണ്ടായേ തീരൂ. അങ്ങനെ സജീവമായ ആ ശത്രു നിലനിൽക്കുന്നു എന്ന പ്രതീതി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്, ആ പ്രതീതി പരത്തുമ്പോഴാണ് നിങ്ങൾക്ക് നിരക്ഷരതയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളുമെല്ലാം ഒരു പ്രശ്നമേ അല്ലാതെ കടന്നു പോകുന്നത്. അത്തരം ഒരു സന്ദർഭത്തിലായിരിക്കാം ഒരുപക്ഷെ വളരെ മുമ്പ് മിർസ ഗാലിബ് പാടിയിട്ടുണ്ട്. അദ്ദേഹം പാടിയത് ഇതെൻ്റെ രാഷ്ട്രമല്ല എന്നാണ്. ദേശീയതയുടെ കാലഘട്ടത്തിലാണെങ്കിൽ വധശിക്ഷയ്ക്ക് അർഹതയുള്ള ഒരു കവിതയാണത്. ഇതെൻ്റെ രാഷ്ട്രമല്ല എന്നാണ്. ഇതെൻ്റെ രാഷ്ട്രമാണ്, എൻ്റെ മാതൃഭൂമിയാണ്, ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടം. എല്ലാ ശത്രുക്കളും ഇതിനെ തകർക്കാൻ നോക്കുകയാണ്. ഇതിനെ സൂക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് നിരന്തരം ആവർത്തിക്കുന്ന ദേശീയതയുടെ മുൻപിൽ മിർസ ഗാലിബ് ആ ഘട്ടത്തിലൊന്നുമല്ല, വളരെ മുമ്പ് പാടിയത് ഇതെൻ്റെ രാഷ്ട്രമല്ല എന്നാണ്. എൻ്റെ രാഷ്ട്രം പിറക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പാടിയത്. ഇനിയും പിറക്കാത്ത രാഷ്ട്രത്തിൻ്റെ വാനമ്പാടിയാകുന്നു ഞാൻ എന്നാണ് മിർസ ഗാലിബ് പാടിയത്. എല്ലാ ദേശീയവാദികളെയും അസ്വസ്ഥമാക്കുന്ന വരികൾ തന്നെയായിരിക്കും അത്. ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളൊരു ദേശവിരുദ്ധനായി മാറി തുടങ്ങും. ആ ദേശവിരുദ്ധന് അർഹിക്കുന്നത് ഏറ്റവും കഠിനമായ ശിക്ഷയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് തിയേറ്ററിൽ ദേശീയ ഗാനം ആലപിക്കുന്ന ഘട്ടത്തിൽ, ആ റെക്കോർഡ് ഓൺ ചെയ്ത ഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ വിസമ്മതിച്ചവരൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. ദേശീയത ഏറ്റവും ആക്രമണോത്സുകമായി മാറിയ ഒരു ഘട്ടം നമ്മുടെയൊക്കെ സമീപ ഭൂതകാല അനുഭവങ്ങളിൽ വന്നത് അങ്ങനെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പൗരത്വ പ്രശ്നം പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നത്, അതിർത്തിയിൽ സംഘർഷമുണ്ടാവുന്നത്, യുദ്ധസജ്ജരായി നാം നിൽക്കേണ്ടതുണ്ടെന്നും വേണമെങ്കിൽ എത്ര കാലവും ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്, പട്ടാളത്തെ ശക്തിപ്പെടുത്തിയാൽ മതി, നിങ്ങൾ യുദ്ധം ചെയ്ത് രാജ്യത്തിൻ്റെ മാനം രക്ഷിക്കണമെന്ന് ആവർത്തിച്ച് പറയാൻ ദേശീയത നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ദേശീയതയുടെ ആഹ്വാനങ്ങളുടെ പരിസരത്താണ്, ആ പരിസരത്ത് നിന്നാണ് നാം ടാഗോറിനെയും വെൽസിനെയും ദേശീയതയുടെ, ദേശീയമായ മിഥ്യാഭിമാനത്തിൻ്റെ തകരച്ചണ്ടകൾ മുഴങ്ങാത്ത ഒരു കാലത്തെ സ്വപ്നം കണ്ട, വാചകം കേസരിയുടേതാണ്, സ്വപ്നം കണ്ട കേസരി ഉൾപ്പെടെയുള്ളവർ ദേശീയതയെക്കുറിച്ച് നമ്മുടെ ലോകത്തിന് നൽകിയ മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് എത്രമാത്രം പ്രസക്തമാണ് എന്ന് വർത്തമാനകാല ഇന്ത്യ വരച്ച് കാട്ടുന്നുണ്ട് എന്ന വാചകത്തോടെ എൻ്റെ ഒരു ആമുഖ സംഭാഷണം ഞാൻ